മാർബിൾ ചെയ്യണോ അതോ ടൈല് ചെയ്യണോ? ഒരിക്കലും തീരാത്ത സംശയമാണ് അല്ലേ? ഇന്ന് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഹിയർ ആർ 5 criteria you need to know before selecting one. ഇതിലുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ ലുക്സ് ആണ്. മാർബിൾ യുണീക്ക് ആണ്, ലക്ഷറിയസ് ആണ്, നാച്ചുറൽ ആണ്. നിങ്ങൾക്ക് പല സ്റ്റൈലും ഫിനിഷസും യൂണിഫോമിറ്റിയാണ് വേണ്ടെങ്കിൽ വിട്രിഫൈഡ് ടൈൽസ് ആണ് ചോയ്സ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ കോസ്റ്റ്. മാർബിൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 250 to 500 rupees per square feet വരും. ഓൺ ദി അതർ ഹാൻഡ് വിട്രിഫൈഡ് ടൈൽസ് നിങ്ങൾക്ക് ഒരു 60 rupees കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഓൾദോ ലക്ഷറിയസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് 200+ പോകും. മൂന്നാമത്തെ പോയിന്റ് മെയിൻ്റനൻസ്. മാർബിൾ ആക്ച്വലി മെയിൻ്റനൻസ് വരും, പക്ഷെ അത് അതിന് അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റ് ആയിട്ട് മാറും. നാലാമത്തെ പോയിന്റ് ഡ്യൂറബിലിറ്റി. മാർബിൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 10-40 വർഷമായി കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ കിട്ടും. വിട്രിഫൈഡ് ടൈൽസ് വളരെ സ്ട്രോങ് ആണ്, എന്നിരുന്നാലും 10-40 വർഷമൊന്നും നിങ്ങൾ നിൽക്കില്ല. ഒരു 10 to 15 years ആണ് മാക്സിമം അതിൻ്റെ ഒരു നാച്ചുറൽ ലൈഫ് കിട്ടാൻ. ഫൈനൽ ക്രൈറ്റീരിയ ഇൻസ്റ്റലേഷൻ ടൈം. ഓൾദോ ഇത് സബ്ജക്റ്റീവ് ആണെങ്കിലും യൂഷ്വലി മാർബിൾ കുറച്ചധികം സമയം എടുക്കും, അതിന് സ്കിൽഡ് ലേബറേഴ്സ് എടുക്കും. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് വിട്രിഫൈഡ് ടൈൽസ് വളരെ ഈസിയാണ്, ബിക്കോസ് അത് ലൈറ്റ് വെയിറ്റും ആണ്, ഈസി ടു മെനൂവർ ആണ്. സോ ഇറ്റ് വിൽ ബി ഈസിയർ ടു ഇൻസ്റ്റാൾ വിട്രിഫൈഡ് ടൈൽസ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് റെഡി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ലക്ഷറി ഫീൽ വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ കഴിഞ്ഞാൽ പോകും. പക്ഷേ എല്ലാം ഒരു വൺ ടൈം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാനാണെങ്കിൽ വിട്രിഫൈഡ് ടൈൽസ് ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ പറ, നിങ്ങൾ ഏതാ ചൂസ് ചെയ്യാനെന്നുള്ളത് താഴെ എഴുതും, വിട്രിഫൈഡ് എന്നോ അല്ലെങ്കിൽ മാർബിൾ എന്നോ കേട്ടോ. താങ്ക് യു.